കൊളോസോസ് 1:9 വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസ് സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. നിങ്ങളെക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ആ പ്രാർത്ഥന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ള, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയമില്ല എന്ന് കരുതേണ്ടതില്ല. പൗലോസ് ശ്ലീഹ ഒരു സഭയെക്കുറിച്ച് കൊളോസോസിൽ ദൈവം തൊട്ട ദൈവത്തെ, ദൈവിക കാര്യങ്ങളെ വലിയ വിലയോടുകൂടി കാണുന്നൊരു സമൂഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കേട്ട നാൾ മുതൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, അന്ന് ആ നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. നോൺ സ്റ്റോപ്പ് പ്രാർത്ഥന, അത് ഇടവേളകളില്ലാത്ത, ഇൻ്റർവെല്ലുകളില്ലാത്ത പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി, കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി, കേൾക്കുക മാത്രം ആരോ വഴി നിങ്ങളെക്കുറിച്ച് എന്നിലേക്ക് ഒരു അറിവ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വിഷയങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെന്ന് പറയരുതേ. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ നമുക്കുണ്ട് എന്ന് മറക്കരുത്. ദൈവത്തെ മുറുകെ പിടിച്ചിട്ടുള്ള ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം നമ്മൾ ആർജിച്ചെടുക്കണം. ദൈവത്തിന് വില കൊടുക്കുന്ന ജീവിതങ്ങൾ ലോകം അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ക്രിസ്തു ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നത്. അനേകർക്ക് വേണ്ടി കരങ്ങൾ വിരിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. നമുക്ക് വേണ്ടി ആരൊക്കെയോ എവിടെ ഇരുന്നൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പൗലോസിനെ പോലെ ആരൊക്കെയോ, ഏതൊക്കെയോ അമ്മമാർ, ഏതൊക്കെയോ അച്ഛന്മാർ, ഏതൊക്കെയോ ബലിപീഠങ്ങളിൽ നിനക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് മറന്നു പോകരുത്. നമ്മുടെ ഇടവക അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ കൃപയിൽ വളർന്നു വരാൻ ആരൊക്കെയോ മുട്ടുമേൽ നിൽക്കുന്നുണ്ട്, ആരൊക്കെയോ മണലിന്മേൽ ഇഴഞ്ഞു വീഴുന്നുണ്ട്, ആരൊക്കെയോ വെയിലത്ത് കരിങ്കിലുമേൽ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരൊക്കെയോ ഉപവാസം ഇരിക്കുന്നുണ്ട്, ആരൊക്കെയോ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നിനക്കറിയില്ലായിരിക്കും. നിനക്കൊരു പക്ഷെ നിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരൊരു പക്ഷേ നിനക്കറിയില്ലായിരിക്കും. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങളെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആരോ പറഞ്ഞു തന്ന അറിവ് കൊണ്ട് ഞാൻ അത് പ്രാർത്ഥന വിഷയമാക്കി മാറ്റുകയാണ്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി ഇനി കരങ്ങൾ വിരിക്കാൻ വേറെ കാരണങ്ങൾ നമുക്ക് വേണോ? നമ്മുടെ ജീവിതങ്ങൾ അനേകരുടെ പ്രാർത്ഥനയുടെ ഉദാഹരണം, അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ സ്നേഹമുള്ളവരെ, മുട്ടുകുത്തി തുടങ്ങിയാലോ. നീ അറിയാത്തവർക്ക് വേണ്ടി, നിന്നെ അറിയാത്തവർക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി വില കൊടുക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, ലോകം മുഴുവനുള്ള സഭയ്ക്ക് വേണ്ടി, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബവുമായി മാത്രം തരം താഴരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു വിഷയമാക്കി മാറ്റണം. അന്തർദേശീയമായ, ലോകം മുഴുവനും പടർന്നു നിൽക്കുന്ന നമ്മുടെ വിഷയമായി നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് മാറണം. പ്രാർത്ഥന അങ്ങനെ വിശാലമാക്കാമെങ്കിൽ സ്വർഗം വിശാലമാണ്. സ്വർഗം വിശാലമായ അനുഗ്രഹങ്ങളാൽ നിൻ്റെ ജീവിതത്തെ മുദ്രകൊത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.